നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബ്രാൻഡിങ് രണ്ട് രീതിയിലാണ്, ബിസിനസ് ബ്രാൻഡിങ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ്. നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ എങ്ങനെ പടുത്തുയർത്താം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ബ്രാൻഡ് ആയിട്ടുണ്ട്, പേഴ്സണൽ ബ്രാൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാവരും പറയുന്നതാണ് MA യൂസുഫ് അലി, അതേപോലെ തന്നെ മാർക്ക് സുക്കർബർഗ്, അതേപോലെ തന്നെ ആപ്പിളിൻ്റെ CEO ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് തുടങ്ങിയ നിരവധി പേരുണ്ട്. അവർ പേഴ്സണൽ ബ്രാൻഡാണ്. അതോടൊപ്പം തന്നെ അവർ എന്ത് പ്രൊഡക്റ്റ് ഇറക്കുന്നു അല്ലെങ്കിൽ അവർ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതൊക്കെ ആ നിമിഷം തന്നെ ബ്രാൻഡാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും വാല്യൂ ആയത് നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡാണ്. പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ, നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്, നിങ്ങളെ പ്രൊഡക്റ്റ്, നിങ്ങളെ സർവീസ് എല്ലാം ബ്രാൻഡാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡായി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിൽ ഇറങ്ങുന്ന ഏത് പ്രൊഡക്റ്റും അതിനോട് കൂടെ ബ്രാൻഡാക്കാൻ പറ്റും. എന്നാൽ പ്രൊഡക്റ്റ് മാത്രം ബ്രാൻഡാക്കിയാലോ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ബ്രാൻഡ് ആക്കി മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ.